ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങി വലിയ കളക്ഷൻ നേടിയ ഒബ്സഷൻ എന്ന ഹിറ്റ് മൂവിയാണ്. ഈ മൂവിയുടെ സ്റ്റോറിയിലേക്ക് കടക്കുന്ന മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ബിയറിനെയും അവന്റെ കൂട്ടുകാരൻ ഇയാനെയുമാണ്. ഇവർ രണ്ടുപേരും ഒരു മ്യൂസിക് സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് വേറെ രണ്ട് ഫ്രണ്ട്സ് കൂടിയുണ്ട്, നിക്കിയും സാറയും. ആ രണ്ട് പെൺകുട്ടികളും ഇവരുടെ കൂടെയായിരുന്നു ജോലി ചെയ്യുന്നത്. അതിൽ നിക്കിയോട് നമ്മുടെ ബിയറിന് ഒരു ഇഷ്ടമുണ്ട്. ഇതുവരെയും അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ അവളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിക്കിക്ക് എന്തെങ്കിലും ഒരു നല്ല സാധനം വാങ്ങിക്കൊടുത്താലോ എന്ന് ബിയർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇയാൻ പറയുന്നുണ്ട് അവൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇഷ്ടമല്ല. നീ അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അവൾ വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ പിണങ്ങാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് അവളോട് എത്രയും പെട്ടെന്ന് പറയണമെന്ന് കരുതിയിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവൻ ഓമനിച്ച് വളർത്തിയിരുന്ന അവന്റെ പൂച്ച സാൻഡി മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അവന്റെ ഷെൽഫിലുണ്ടായിരുന്ന ഏതോ ടാബ്ലറ്റ് അറിയാതെ കഴിച്ചിട്ടാണ് അതിന് ഈ അവസ്ഥ വന്നതെന്ന് അവന് മനസ്സിലായി. അവൻ ആകെ സങ്കടത്തോടു കൂടി ഒരു വേസ്റ്റ് കവറിലേക്ക് അതിന്റെ ഡെഡ് ബോഡി മാറ്റി. അതിനുശേഷം അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. സാൻഡിയുടെ വിയോഗം അവനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവനെ നിക്കി കോൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് പാർട്ടി നടത്തുന്നുണ്ട്, നീ എവിടേക്ക് വരുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവന് പോകാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. പക്ഷേ നിക്കിയെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് അവൾ കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടേക്ക് പോകാമെന്ന് അവൻ കരുതി. അവൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ലൊരു സാധനം വാങ്ങണമെന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഒരു ഷോപ്പിലേക്ക് കയറി. അവിടെ ക്രിസ്റ്റൽസിൽ നിർമ്മിച്ച പല സാധനങ്ങളും ഉണ്ടായിരുന്നു. ചില മാലകളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ക് കൊണ്ടുവരും, ചിലത് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ പല പല രീതിയിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യസ്തമായിട്ട് വൺ വിഷ് വില്ലോ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇരിക്കുന്നത് ബിയർ കാണുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ലേഡി പറയുന്നുണ്ട് ഇതൊരുതരം ടോയ് ആണ്. ഇത് വാങ്ങിയ ശേഷം എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ടോയുടെ നടുഭാഗം ഒടിക്കുകയാണെങ്കിൽ നിന്റെ ആ ആഗ്രഹം നടക്കും. ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ, ഒരാഗ്രഹം മാത്രമേ നടക്കുകയുമുള്ളൂ. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുമെന്നൊന്നും അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചിലരൊക്കെ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും നിക്കിക്ക് വെറുതെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി അവനത് വാങ്ങി. അങ്ങനെ ഇവർ ബാറിൽ വെച്ച് കണ്ടുമുട്ടി. പക്ഷെ അവന് നിക്കിയോട് സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സാറ ഇയാനും എപ്പോഴും അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു അവസരം നീ എനിക്ക് ഉണ്ടാക്കി തരാൻ ഇയാനോട് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പൊ അതൊന്നും ശരിയാകില്ല എന്നാണ് ഇയാൻ പറയുന്നത്. തന്റെ പൂച്ച മരിച്ച കാര്യം അവൻ എല്ലാവരോടും പറയുന്നുണ്ട്. നിക്കി വളരെ കൂളായിട്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നിനക്ക് കുറച്ച് വിഷമം ഉണ്ടാവുമെന്നറിയാം, അതൊക്കെ പെട്ടെന്ന് മാറിക്കൊള്ളുമെന്ന് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ സാറയോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും വിഷമമായി. അവനെ കെട്ടിപ്പിടിച്ച് അവൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിക്കിയേക്കാൾ നല്ല രീതിയിൽ സാറ അവനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് തന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് നിക്കി പറഞ്ഞതും ബിയർ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. പോകുന്ന വഴിയിൽ അവളെ ഇംപ്രസ് ചെയ്യാൻ നല്ല രീതിയിൽ ബിയർ ശ്രമിക്കുന്നുണ്ട്. അവൾക്കിപ്പോൾ ലവിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ലൈഫിൽ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ആകണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഈ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോകണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളെ നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റി അവന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല രീതിയിലും സ്നേഹത്തോടെ അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അവൾക്ക് തന്നെ ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഇവന് ശരിക്കും തന്നോട് ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടോന്ന്. അതുകൊണ്ട് അവൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ മറ്റേതെങ്കിലും രീതിയിലാണോ കാണുന്നതെന്ന്. അവന്റെ ഉള്ളില് അവളെ ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ആ സമയം അവന് ധൈര്യം കിട്ടിയില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫ്രണ്ടായിട്ട് തന്നെ കാണുന്നതെന്ന് അവൻ പേടിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. നിനക്ക് സാറെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളോട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുന്നു. എന്നാൽ സാറയ്ക്ക് തന്നോട് മറ്റേതോ രീതിയിലൊരു ഫീലിംഗ്സ് ഉള്ളതായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് നിക്കി പറയുന്നുണ്ട്. ബിയറിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ നിക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടത്തി കഴിഞ്ഞപ്പോൾ ബൈ പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ തുടങ്ങി. നീ ഭയങ്കര ഫ്രീക്കി നിക്കിയാണെന്നൊക്കെ അവൻ അവളോട് പറയുന്നു. എന്നാൽ എന്നെ അങ്ങനെയൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. ബിയറിന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയായി. അവൾക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന ആ വൺ വിഷ് വില്ലോടെ ടോയ് അവൾക്ക് കൊടുത്തില്ല. വെറുതെ ഇതൊന്ന് പരീക്ഷ നോക്കാമെന്ന് കരുതിയിട്ട് ഈ ലോകത്ത് നിക്കി എന്നെ ഏറ്റവും കൂടുതൽ പ്രണയിക്കണമെന്നും അവൾ എപ്പോഴും എന്റെ അടുത്ത് ഉണ്ടാകണമെന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ആ ടോയ് രണ്ടായിട്ട് മുറിച്ചു. ആ ടോയ് എടുത്തപ്പോ തന്നെ അതിലൊരു പാട്ട് കേൾക്കാമായിരുന്നു. അവൻ ഒടിച്ചു കഴിഞ്ഞതും ആ പാട്ട് നിന്നു. ഇതൊക്കെ ചുമ്മാ തമാശയാണെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അടുത്ത നിമിഷം അവൻ നോക്കുമ്പോൾ നിക്കിയാകട്ടെ അകത്തു നിന്നും വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അവനോട് ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവള് വളരെ സ്നേഹത്തോടു കൂടി അവനെ വന്ന് വീണ്ടും ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ വിളിക്കുന്നു. ഒന്നുകിൽ നീ അകത്തേക്ക് വാ, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതാണ് അവള് പറയുന്നത്. അവനിപ്പോൾ യൂസ് ചെയ്ത ആ വൺ വിഷ് വില്ലോ അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവന് തോന്നി. ഒരു കളിപ്പാട്ടമായിട്ടാണ് അവനതിനെ കണ്ടത്. പക്ഷെ ഇതിപ്പോൾ സീരിയസ് ആയിരിക്കുന്നു. നിക്കി തന്റെ കൂടെ അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ കാറിലേക്ക് കയറിയിരുന്ന് വളരെയധികം ഇമോഷണൽ ആയിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. എന്റെ അച്ഛന് ക്യാൻസർ ആണ്, അദ്ദേഹം ഉടനെ തന്നെ മരിച്ചു പോകും, ഞാൻ ഒറ്റയ്ക്കായി പോകും, എനിക്ക് സങ്കടം വരുന്നൊക്കെ പറയുന്നു. അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളും അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ലാന്ന് മാത്രമേ അവൻ അറിയാമായിരുന്നുള്ളൂ. അച്ഛന്റെ ഈ അവസ്ഥയെ പറ്റിയൊന്നും അവൻ അറിയില്ലായിരുന്നു. തൽക്കാലം അവളെ നിർബന്ധിച്ചത് കാരണം അവൻ അവളെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയി. അവൾ വല്ലാതെ ഇമോഷണൽ ആയിരിക്കുന്നതുകൊണ്ട് അന്ന് രാത്രി എന്റെ ബെഡിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ അവൻ അവളോട് പറയുന്നു. എന്നിട്ട് അവൻ സോഫയിൽ പോയി കിടക്കാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അവളാകട്ടെ അവനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്റെ അടുത്ത് ഈ ബെഡിൽ തന്നെ കിടക്കുമോ എന്ന് ചോദിക്കുന്നു. താൻ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരിയിട്ടാണ് അവൾ കിടക്കുന്നത്. അവൻ അടുത്തേക്ക് വന്ന് കിടന്നതും അവനെ കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും തുടങ്ങിയായിരുന്നു. അവൾ കുറച്ചുനേരം കിസ് ചെയ്തുകൊണ്ടിരുന്നതും പെട്ടെന്ന് അവൾ എന്തോ കണ്ട്
പേടിച്ചിട്ട് എന്തായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് മാറുന്നു. ബീറും ശരിക്കും പേടിച്ചു പോയിരുന്നു. എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി, അതുകൊണ്ടാണ് ഞാൻ മാറിയത്, നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് തന്നെ അവൾ വീണ്ടും വന്ന് കിടക്കുന്നു. ഇവളെന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഇപ്പൊ താൻ ഇങ്ങനെ പെരുമാറിയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഓക്കെയാണ്, ഇടയ്ക്ക് അവൾ പൊട്ടിക്കരയും. ഇത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു ബീർ. ഇടയ്ക്ക് അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ പോയി തന്റെ ലാപ്പില് വൺ വിഷ് വില്ലോയെ പറ്റി സെർച്ച് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാരും ഇത് വർക്കൗട്ട് ആകില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരൊക്കെ ഇത് വർക്കൗട്ട് ആകുമെന്ന് പറയുന്നുണ്ട്. താൻ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വൺ വിഷ് വില്ലോ ഓടിച്ചത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ള ടെൻഷനായിരുന്നു അവന്റെ ഉള്ളില്. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിക്കി അടുത്തുണ്ടായിരുന്നില്ല. കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. അവൻ വേസ്റ്റ് കവറിലാക്കി വെച്ചിരുന്ന അവന്റെ ആ പൂച്ചയുടെ മൃതദേഹം അവൾ പുറത്തേക്ക് എടുത്തിട്ട് അതിന്റെ ചുറ്റും മെഴുകുതിരിയും പൂക്കളും ഒക്കെ വെച്ച് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. നിന്റെ പൂച്ചയ്ക്ക് നല്ലൊരു ഗുഡ് ബൈ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൾ ഇങ്ങനെ കാണിച്ചതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. ഇനി നീ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് അവൻ അവളോട് പറയുന്നുണ്ടായിരുന്നു. അന്ന് അവർ ഒരുമിച്ചാണ് ഷോപ്പിലേക്ക് പോയത്. അവരെ ഒരുമിച്ച് കണ്ടതും ഇയാൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി അവൾ നിന്റെ കൂടെ ആയിരുന്നു എന്ന്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടന്നോ എന്ന്. എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവൾ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ട് പേടിച്ച പോലെ മാറുകയും ചെയ്തു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവൾക്ക് തന്നോട് എന്തൊക്കെയോ ഫീലിംഗ്സ് ഉണ്ട്. എന്നാൽ അത് കേട്ടതും ഇയാനൊന്ന് ഷോക്കായി. നിക്കിക്ക് ഇന്നേ വരെ നിന്നോട് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്ന് എങ്ങനെ ഒരു രാത്രി കൊണ്ട് അവൾക്ക് നിന്നോട് ഇത്രയധികം അടുപ്പം തോന്നുന്നത്, അതൊന്നും തനിക്കറിയില്ല എന്നാണ് ബേർ പറയുന്നത്. ആ സമയം എല്ലാം തന്നെ നിക്കി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ബേറിന്റെ മുഖത്തൊന്നും അവൾ കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവളുടെ രീതികളിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ഇയാന് മനസ്സിലായി. അന്ന് വൈകുന്നേരം എന്തായാലും അവൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബേറിന്റെ കാറിൽ നിന്നും തന്റെ സാധനങ്ങളും എടുത്ത് ഇയാന്റെ കാറിലേക്ക് കയറി. എന്നെ എന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് അവള് പറയുന്നു. വീട്ടിലെത്തി കഴിഞ്ഞതും ബേറാകട്ടെ ഇയാനെ വിളിക്കുന്നുണ്ട്. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുന്നു. ഇയാൻ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ നിന്നെ തന്നെ നോക്കി നിന്നിരുന്നില്ലേ, അത് നമ്മൾ തെറ്റിദ്ധരിച്ചതാ. അവൾ എന്നെയും നിന്നെ ഒരുമിച്ച് നോക്കി നിന്നതാ. നമ്മൾ രണ്ടുപേരും അവളെ കുറിച്ച് എന്തോ പറയുകയാണെന്ന് അവൾ കരുതി, അതുകൊണ്ട് അവൾ അങ്ങനെ നോക്കിയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ പ്രശ്നമൊന്നുമില്ലാന്നാ എനിക്ക് തോന്നുന്നത്. ഇയാൻ അങ്ങനെ പറഞ്ഞതും ബീറിന് കുറച്ച് ആശ്വാസം തോന്നി. എന്നാൽ അടുത്ത നിമിഷം അവന്റെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. അവൻ പോയി നോക്കുമ്പോൾ അത് നിക്കിയായിരുന്നു. ഇവർ വീണ്ടും രാത്രിയിൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അവൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, തലേന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ ഒന്നുകൂടി ഞാൻ സോറി ചോദിക്കാനാ വന്നത്. ശരിക്കും ഞാൻ ഡ്രഗ്സിന്റെ എഫക്റ്റിലായിരുന്നു, പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഇഷ്ടമാണ്. നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ ഇഷ്ടപ്പെടാൻ പാടില്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ അവൾ തിരിച്ചു ചോദിക്കുന്നു. അവളുടെ സംസാരമൊക്കെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. പക്ഷെ അവൾ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ബീർ താൻ ആഗ്രഹിച്ച കാര്യം സാധിച്ച സന്തോഷത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കാൻ ആരംഭിച്ചു. എപ്പോ നോക്കിയാലും ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് ഒരുപാട് സിനിമകൾ കാണും. എന്നാൽ അവളുടെ കണ്ണാകട്ടെ എപ്പോഴും അവന്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു. ഇയാനും സാറിക്കും ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ക്ലോസ് ആയെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാന്റെ കോള് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ബീർ കോള് കട്ട് ചെയ്തു. എന്നാൽ പിന്നീട് അവൻ ആ കോൾ എടുക്കാൻ നോക്കി. ആ സമയം നിക്കിക്ക് ദേഷ്യം വരുന്നുണ്ട്. തന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ അവൻ മറ്റാരുമായിട്ട് സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കോള് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിന്ന് ഇയാന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിക്കിയുടെ കൂടിയാണ് അവൻ മനസ്സിലായതും ഇയാൻ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ വിഷമിക്കൊന്നും ചെയ്യരുത്. പക്ഷെ എന്നോട് സാറ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോകുന്നതെന്ന്. സാറ് ഒരിക്കലും നിക്കിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ബീറിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഫീലിംഗ്സ് ഉണ്ടോ എന്ന്. എന്നാൽ ആ സമയം നിക്കി സാറയോട് പറഞ്ഞത് ബീർ എനിക്ക് സ്വന്തം അനിയനെ പോലെയാണെന്നാണ്, അല്ലാതെ മറ്റൊരു രീതിയിലും എനിക്ക് അവനെ കാണാൻ പറ്റില്ലെന്നാണ്. നിന്നെ അനിയനായിട്ട് കണ്ട ആ പെൺകുട്ടി ഇത്ര പെട്ടെന്ന് നിന്റെ അടുത്ത് ക്ലോസ് ആവുകയും നിന്റെ കൂടെ നിന്റെ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തു. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നാണ് ഇയാൻ പറയുന്നത്. സാറ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവള് പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നിക്കിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം. എന്നാൽ ഇയാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രയും കൂടെ അംഗീകരിക്കാൻ ബീറിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവൾക്ക് ആദ്യം എന്നോട് ഫീലിംഗ്സ് ഇല്ലായിരുന്നിരിക്കാം, എന്നാൽ ഇപ്പോൾ ഫീലിംഗ്സ് തുടങ്ങിയതായിരിക്കാം. എന്താണെങ്കിലും ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് ബീർ പറയുന്നത്. ഫോൺ വെക്കുന്നതിന് മുമ്പ് ഇയാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ അച്ഛന് അവൾ പറയുന്ന പോലെ ക്യാൻസർ ഒന്നുമില്ല, അയാളെ ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. ഇവളും അവളുടെ അച്ഛനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ അവൾ നിന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണ്. അത് കേട്ടപ്പോൾ ബീറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നി. അവൻ തൽക്കാലം കോള് ഇട്ട് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. ആ സമയം നിക്കി ആകട്ടെ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്റെ ഗ്രാൻഡ്മ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണിത്, അമ്മ എനിക്ക് തന്നു, ഇത് ഞാൻ നിനക്ക് ഇപ്പോൾ തരികയാണെന്ന് പറയുന്നു. കോൺഫിഡൻസും വിൽപ്പവറും ഒക്കെ കൊണ്ടുവരുന്ന ടൈഗേഴ്സ് എന്ന് അവൾ വിളിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റോൺ ആയിരുന്നു അത്. അവൻ രണ്ടും കൽപ്പിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിന്റെ അച്ഛന് ക്യാൻസർ ഉണ്ടോ എന്ന്. അവൾ ആദ്യം നോന്ന് പറയുന്നു. എന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ ആരംഭിച്ചു. നമ്മളിവിടെ നല്ലൊരു നൈസ് ഡേറ്റിന് വന്നതായിട്ടാണ് ഞാൻ കരുതിയത്, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്. അവൾ വല്ലാതെ വയലന്റ് ആകാൻ തുടങ്ങിയിരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ അവളെ പിടിച്ചിരുത്തി. എന്റെ അച്ഛന് ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിടയിലൊന്നും മാറാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ടതാണ് അവൾ പറയുന്നത്. അന്ന് രാത്രി ഇവർ രണ്ടുപേരും സെക്സിൽ ഏർപ്പെടുന്നു. പക്ഷെ ആ സമയം നിക്കി ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. വൺ വിഷ് വില യൂസ് ചെയ്തുകൊണ്ടാണല്ലോ നിക്കിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ മാറ്റം വന്നത്. പക്ഷെ അവളുടെ ശരീരത്തിനുള്ളിൽ യഥാർത്ഥ നിക്കി അപ്പോഴും ഉണ്ടായിരുന്നു. ആ നിക്കി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ബീറിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും
തുടങ്ങി. സമയം ഏകദേശം വെളുപ്പിന് 3:45. അവൻ നോക്കുമ്പോൾ നിക്കി അടുത്തുണ്ടായിരുന്നില്ല. അവൾ ആ റൂമിന്റെ ഇരുട്ടുള്ള ഭാഗത്ത് പോയി നിൽക്കുന്നു. നീ അവിടെ എന്തെടുക്കാന്ന് ചോദിച്ചതും അവൾ വിചിത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞതും നീ കിടന്നുറങ്ങുന്നത് ഞാനിവിടെ നോക്കിക്കൊണ്ട് നിന്നുകൊള്ളാം, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല, നീ എന്നെ പ്രണയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവൾ ഫ്രണ്ടിലേക്ക് വരും, ഇടയ്ക്ക് ബാക്കിലേക്ക് പോകും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഫേസ് ഒക്കെ മാറുന്ന പോലെ തോന്നി. വീർന്നതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടായിരുന്നു. എന്നാൽ നീ ഇപ്പൊ തന്നെ കിടന്നുറങ്ങിക്കോ, നീ ഉറങ്ങുന്നത് എനിക്ക് കാണുമെന്ന് പറഞ്ഞ് അവൾ ബഹളം ഉണ്ടാക്കിയിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് വീർ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ആരംഭിച്ചു. പക്ഷെ അവള് വീണ്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് റൂമിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു ഫ്ലവർ കേസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് മരിച്ചുപോയ സാൻഡിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവന്റെ അടുത്തേക്ക് വന്നു കിടന്നു. അങ്ങനെ രാവിലെ അവൻ ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി. അന്ന് നിക്കിയുടെ ഡേ ഓഫ് ആയിരുന്നു. അത് കാരണം നിക്കി അവന് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ കയ്യിൽ കൊടുത്തു. നീ തലേന്ന് രാത്രി ഉണ്ടാക്കിയ പോലെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാക്കരുതെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൾ പറയുന്നത്. നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും, ശരിക്കും ഞാൻ നിന്റെ കൂടെ വരേണ്ടതായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരു നിമിഷം പോലും അവനെ വിട്ടിരിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നീ നിന്റെ ഡേ ഓഫ് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ ഡോറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്നാൽ ആ ഡോറ് മുഴുവനാകട്ടെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ആരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. നിനക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇന്ന് ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാൻ അവൾ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ടേപ്പിളക്കിയ ശേഷം അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തൊക്കെയോ വിചിത്രമായി സംഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം ആ വൺ വിഷ് വില്ലയുടെ ശാപമാണോ എന്ന് അവന് ഡൗട്ട് ഉണ്ടായിരുന്നു. നിക്കിയാകട്ടെ അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഒരേ നിൽപ്പായിരുന്നു. നിന്ന നിൽപ്പില് അവള് യൂറിൻ പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്നുച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാറയോട് ബീർ നിക്കിയെ പറ്റി ചോദിക്കുന്നുണ്ട്. നിക്കി എന്റെ ബ്രദറായിട്ടൊക്കെ കണ്ടിരുന്നതെന്ന് നീ ഞാനോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കുറെ നാളു മുമ്പ് നിക്കി എന്നോട് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ ഞാനോട് പറഞ്ഞെന്ന് സാറ് പറയുന്നുണ്ട്. ആ സമയം സാറൊക്കെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ചായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഓരോ തവണയും അവൾക്ക് റിജക്ഷൻ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു തവണ തനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. ബീർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട് നിന്റെ വായിൽ നിന്ന് എന്തോ വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ടെന്ന്. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനൊരു ഡൗട്ട് തോന്നി. അവൻ ആ സാൻഡ്വിച്ച് തുറന്നു നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്ന മാംസം മറ്റൊന്നും ആയിരുന്നില്ല, അവന്റെ മരിച്ചുപോയ പൂച്ചയുടെ മാംസമായിരുന്നു അത്. നിക്കി മനഃപൂർവ്വം ഇത് തനിക്ക് വെച്ച് തന്നതാണെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ അതെല്ലാം വോമിറ്റ് ചെയ്ത് കളഞ്ഞു. അന്ന് വൈകുന്നേരം അവന് വീട്ടിലേക്ക് പോകാൻ തന്നെ ശരിക്കും പേടി തോന്നുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ ഇയാനും വണ്ടിയിലേക്ക് കയറി തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് ഇയാൻ പറയുന്നു. ഇയാനാകട്ടെ ബിയറിനോട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ പോകുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ബിയർ പറയുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നത്, ഞാൻ അവളുടെ പിറകെ പോയതല്ല, അവളെ ഇപ്പൊ എന്റെ പിറകെ നടക്കുന്നത്, എന്നെ ഒരു നിമിഷം പോലും അവൾ വെറുതെ വിടാറില്ല, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് ബിയർ പറയുന്നത്. എന്നാൽ ഇയാൻ അതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അറിയാവുന്ന നിക്കി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇയാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിക്കിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ്. എന്നാൽ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ബിയർ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. പക്ഷേ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ വൺ വിഷ് വില്ലയുടെ കവർ എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കുന്നു. ഒരാൾക്ക് ഒരാഗ്രഹമേ സാധിക്കാൻ പറ്റൂ, അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായിരുന്നു. അവൻ ആ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ അവര് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം റിവേഴ്സ് ചെയ്യാനും പറ്റില്ല, അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നാണ്. അവൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ ആ ആളെ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എന്നാൽ ഇത്രയും ഓവറായിട്ട് എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, കുറച്ചൊക്കെ അകലം വെക്കുന്നത് നല്ലതാ, എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത്. വളരെ വീടായിട്ടായിരുന്നു ആ കസ്റ്റമർ കെയറിൽ ആൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ആഗ്രഹം തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്ന് അയാൾ പറയുന്നു. നീ മരിച്ചാൽ മാത്രമേ ആ പെൺകുട്ടി നിന്നെ വിട്ടു പോകൂ, നീ മരിക്കുന്നിടം വരെ ആ പെൺകുട്ടിക്ക് ഇപ്പൊ നിന്നോടുള്ള അതേ പ്രണയവും അതേ തീവ്രമായിട്ടുള്ള അടുപ്പവുമായിരിക്കും ഉണ്ടായിരിക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ബിയറിന് പേടി തോന്നാൻ തുടങ്ങി. കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവന് നിക്കിയുടെ കൂടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. നിക്കിയുടെ പെരുമാറ്റമൊന്നും അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. താൻ ഇഷ്ടപ്പെട്ടിരുന്ന നിക്കി ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് അവൻ കസ്റ്റമർ കെയറിൽ ആളോട് പറയുന്നത്. അപ്പൊ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് നിന്റെ നിക്കിയുടെ സൗണ്ട് നിനക്ക് കേൾക്കണമെന്നാണ്. ആ ഫോണിലൂടെ നിക്കി അലറുന്ന സൗണ്ട് അവൻ കേൾക്കുന്നു. എന്തൊക്കെയാ നടക്കുന്നത് അവന് മനസ്സിലായില്ല. അവൻ പേടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം ഇയാനാകട്ടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബോയ്സ് മാത്രമുള്ള പാർട്ടിയാ, അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നാ പറഞ്ഞത്. വീടിനുള്ളിലേക്ക് അവൻ കയറിയതും നിക്കി ആകെ വോമിറ്റ് ചെയ്ത് അവിടെ എല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ആകെ വൃത്തികേടായിട്ടിരിക്കുകയല്ലേ, ഞാൻ ഇപ്പോൾ തന്നെ ഇതെല്ലാം ക്ലീൻ ആക്കാമെന്ന്. അവൾ ബാത്റൂമിലേക്ക് കയറി. അവൻ പുറത്തു നിന്ന് അവളോട് പറയുന്നുണ്ട് നീ എന്റെ ക്യാറ്റിനെ കുക്ക് ചെയ്ത് എനിക്ക് തന്നു, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി ഇങ്ങനൊന്നും ചെയ്യാനേ പാടില്ല. ദേഷ്യത്തിലായിരുന്നു അവനത് പറഞ്ഞത്. അവള് സിമ്പിൾ ആയിട്ട് ഓക്കെ ഹണി എന്ന് മാത്രം റിപ്ലൈ കൊടുക്കുന്നു. കൂടാതെ ഇന്നൊരു ബോയ്സ് നൈറ്റ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് അവൻ പറയുമ്പോ അവള് പറയുന്നുണ്ട് ഡ്രസ്സ് മാറിയിട്ട് ഞാനും വരാമെന്ന്. എന്നാൽ ഇത് ബോയ്സ് നൈറ്റാ, നീ വരണ്ടെന്ന് അവൻ പറഞ്ഞതും അവള് ഉള്ളിൽ കിടന്ന് വല്ലാത്ത രീതിയിൽ അലറാൻ ആരംഭിച്ചു. അത് കേട്ടതും അവൻ പേടിച്ചുപോയി. സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളും ആ ബോയ്സ് നൈറ്റിന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് അവൾ പറയുന്നു. അവളോട് എതിർത്തൊന്നും പറയാൻ അവന് പറ്റിയില്ല. അങ്ങനെ അവളെയും കൂട്ടി ആ ബോയ്സ് നൈറ്റിന് അവൻ പോകുന്നു.
പക്ഷെ അവിടെ വേറെ കുറച്ച് ലേഡീസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇയാൻ മനഃപൂർവ്വം നിക്കിയെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാണ്. അവരവിടെ ഇരുന്ന് ഓരോ ഗെയിം കളിക്കുന്നുണ്ട്. എല്ലാവരും തമാശകൾ പറയുന്ന സമയത്ത് നിക്കി സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ക്രൂരമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾ ഭയങ്കര വീടായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അവർ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ചീട്ട് എടുക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ബിയർ എടുത്ത ചീട്ടിലുണ്ടായിരുന്നത് തന്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആളെ കിസ് ചെയ്യാനായിരുന്നു. അവന്റെ ലെഫ്റ്റ് സൈഡിലിരുന്നത് സാറയാണ്. എന്നാൽ ഇത് കണ്ടതും നിക്കിക്ക് ദേഷ്യം വരുന്നു. അവൾ പെട്ടെന്ന് സാറയുടെ ബാക്കിലേക്ക് ചെന്ന് നിന്ന് അവളുടെ കസേര വലിച്ചു മാറ്റിയിട്ട് ബിയറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിരുന്ന് തന്നെ കിസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഞാനല്ലേ നിന്റെ ലെഫ്റ്റ് സൈഡില്, എന്നെയല്ലേ കിസ് ചെയ്യേണ്ടത്? ഇതെല്ലാം കണ്ട് ചുറ്റുവരുന്ന എല്ലാവർക്കും കുറച്ച് പേടിയാകാൻ തുടങ്ങി. ബിയർ എന്തായാലും നിക്കി കിസ് ചെയ്തു. സാറയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ മനസ്സില് നിക്കിയോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവനെ നോക്കിയതിനു ശേഷം നിക്കി പെട്ടെന്ന് ബഹളം ഉണ്ടാക്കി ബാക്കിലേക്ക് മാറി. അതിനുശേഷം അവിടെ ഇരുന്ന കുപ്പിയെടുത്ത് തന്റെ തലയിലേക്ക് തന്നെ അടിച്ചു പൊട്ടിക്കുന്നു. അവളുടെ തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാവരും പേടിച്ചു. അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. എന്നാൽ പല എമർജൻസി കെയറിലേക്ക് അവളെ കൊണ്ടുപോയെങ്കിലും ഇങ്ങനെയൊരു കേസായത് കാരണം ആരും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. വേറെ വഴിയില്ലാതെ അവനാകട്ടെ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. താൻ ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേക്കാൻ തുടങ്ങിയതും ഞാനും വരട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അവനെ ഒരു രീതിയിലും അവൾ ഒറ്റയ്ക്ക് വിടുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ നിക്കി അവനോട് ചോദിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നത് ശരിക്കും നിക്കി എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്നാണ്. നീ നല്ല പെൺകുട്ടിയാണ്, കാണാനും ഭംഗിയുള്ളവളാണ്. നിന്റെ ഉള്ളിൽ ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയണം. ഞാൻ നിന്റെ ഫ്രീക്കി നിക്കിയല്ലേ, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ വല്ലാത്ത രീതിയിൽ അവൾ പറയുന്നു. താൻ സ്നേഹിച്ച നിക്കി ഇതല്ലായിരുന്നു എന്ന് അവന് മനസ്സിലായി. ആ വൺ വിഷ് വില്ലനാണ് എല്ലാത്തിനും കാരണം. ഇവളെ കംപ്ലീറ്റ്ലി അത് മാറ്റിയിരിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവണമെങ്കിൽ നീ ഒരു രാത്രിക്കെങ്കിലും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടതും അവൾ വയലന്റ് ആകാൻ തുടങ്ങി. ഞാൻ പോകില്ല എന്ന് പറയുന്നു. നമുക്കിടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വേണമെന്ന് അവൻ പറയുമ്പോൾ അവൾ കരയുകയായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നീ പണ്ടുണ്ടായിരുന്ന നിക്കിയെ പോലെ തന്നെ നോർമലായിട്ട് പെരുമാറിക്കൂടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നൊക്കെയാണ് അവള് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൾ വയലന്റ് ആയിട്ട് ഉച്ചത്തിൽ സംസാരിക്കും, കുറച്ചു കഴിയുമ്പോൾ നോർമലായിട്ട് സംസാരിക്കും. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. ശരിക്കും ബിയറിന് പേടിയാകുന്നുണ്ടായിരുന്നു. അവൾ ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ബാക്കിലേക്ക് നടന്നു പോയി വല്ലാത്ത രീതിയിലേക്ക് നിന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. പ്രേതം കൂടിയ പോലെയായിരുന്നു അവളുടെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ. ഈ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പുറത്തു പോയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് വരാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവള് കേട്ടില്ല. നീ അടുത്ത് കിടക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് അടുത്ത് കിടത്തിയിട്ട് അവള് കിടന്നുറങ്ങുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവൻ സാറയുടെ മെസ്സേജ് വരുന്നു. രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ്, നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നാണ് സാറ് പറയുന്നത്. വേറെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും നിക്കി സംസാരിക്കാൻ ആരംഭിച്ചു. നീ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ഇത്തവണ അവനോട് സംസാരിച്ചത് യഥാർത്ഥ നിക്കിയായിരുന്നു. അവൻ നോക്കുമ്പോൾ നിക്കി ഉറങ്ങുകയാണ്. പക്ഷെ ഉള്ളിൽ നിന്നും യഥാർത്ഥ നിക്കിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നും നീ എന്നെ കൊല്ലണമെന്നും യഥാർത്ഥ നിക്കി ആ ശരീരത്തിനുള്ളിൽ നിന്നും അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ നിക്കി പറയുന്നത് ഞാൻ ഒരിക്കലും നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അത് കേട്ട് സങ്കടത്തോടു കൂടിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. സാർ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കാറിലിരുന്നവർ രണ്ടുപേരും സംസാരിക്കുന്നു. നിക്കിയുടെ രീതികളെ പറ്റിയൊക്കെ സാർ ഓരോന്ന് അവനോട് പറയുന്നുണ്ട്. അവനും പറയുന്നുണ്ട് അവൾ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്, പക്ഷെ എല്ലാം ശരിയാകും തോന്നുന്നുവെന്ന്. ആ വൺ വിഷ് വില്ലയെ കുറിച്ചൊന്നും തന്നെ അവളോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാറേ ആകട്ടെ തന്റെ അവസാനത്തെ ലെറ്റർ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആ യൂണിവേഴ്സിറ്റിയിലും കൂടി അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരിടത്തും കിട്ടില്ല. അത് അവൻ തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവനത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവൾ മറ്റൊരു കാര്യം കൂടി അവനോട് തുറന്നു പറയുന്നു. നിക്കി ശരിക്കും നിന്നെ പറ്റുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിക്കിയും ഇയാനും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ളതല്ല. അവർ തമ്മിൽ സെക്സിലൊക്കെ ഏർപ്പെടാറുണ്ട്. പിന്നെ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടായി. അവന്റെ കൂടെ വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിന്നെ അവൾ ഉപയോഗിക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടതും ബിയർ ആകെ വല്ലാതെയായി. നിനക്ക് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആവശ്യം. അത് കേട്ടപ്പോഴേ ബിയറിന് മനസ്സിലായി അവൾ അവളെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശരിക്കും എനിക്ക് ചേരുന്നത് നിന്നെ പോലൊരു പെൺകുട്ടിയായിരുന്നല്ലേന്ന് അവനും തിരിച്ചു ചോദിക്കുന്നു. ആ ഗെയിമിന്റെ സമയത്ത് ഞാനായിരുന്നല്ലോ നിന്റെ ലെഫ്റ്റില്, ശരിക്കും നീ എന്നെയായിരുന്നു കിസ് ചെയ്യേണ്ടിരുന്നത്. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സാറത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവളുടെ സൈഡിലേക്ക് നിക്കി വരികയും ആ ഡോറിന്റെ ചില്ല് ഇടിച്ചു പൊട്ടിച്ച ശേഷം അവളുടെ തല സ്റ്റിയറിംഗിലേക്ക് കുറെ തവണ അടിക്കുകയും ചെയ്തു. സാറെ വെറുതെ വിടാൻ ബിയർ കുറെ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ നിക്കി ഇത് കേട്ടില്ല. അവളുടെ തല സ്റ്റിയറിംഗിലേക്ക് ഇടിച്ചിടിച്ചിടിച്ച് അവൾ സാറെ കൊന്നു. സാറയുടെ കണ്ണുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പേടിച്ചിരുന്ന ബിയറിന്റെ അടുത്തേക്ക് വന്ന് നിക്കി പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി, നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്റെ കൂടെ ചേർന്നിട്ട് ഈ ബോഡി ഡംപ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. താൻ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെയും കൊല്ലുന്നുള്ള പേടി കാരണം ബിയർ ആകട്ടെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. അവളുടെ ബോഡി രണ്ടുപേരും കൂടി വീടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഒളിപ്പിക്കുന്നു. സങ്കടത്തോടു കൂടി കാറിലേക്ക് തിരിച്ചു കയറിയിരുന്ന് അവൾ തന്റെ കയ്യിൽ തന്നിരുന്ന ആ ലെറ്റർ അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. സാറയ്ക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു അത്. ബിയറിന് കരച്ചിലും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവസാനിപ്പിച്ചേ പറ്റുമെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ ആ സ്റ്റോറിലേക്ക് പോകുന്നു. ആ വൺ വിഷ് വില്ല ഉപയോഗിച്ച് നിക്കിക്ക് തന്നോടുള്ള ഈ ഭ്രാന്തമായിട്ടുള്ള സ്നേഹം അവസാനിപ്പിക്കാനായിരുന്നു അവന്റെ തീരുമാനം. ആ ഷോപ്പിൽ ആകെ ബാക്കിയുണ്ടായിരുന്നത് 2 വൺ വിഷ് വില്ലയാണ്. സ്റ്റോറിലുണ്ടായിരുന്ന ആളോട് എനിക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറയുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട്
ഞാൻ ഓൾറെഡി എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചതാണെന്ന്. നീ വേറെ ആരെങ്കിലും കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യിക്ക്. കാരണം നിന്റെ ആഗ്രഹം ഓൾറെഡി നീ സാധിച്ചു കഴിഞ്ഞല്ലോ. ഒരാൾക്ക് ഒരാഗ്രഹമേ പറ്റൂ. അവൻ ആ വൺ വിഷ് വില്ലോയായിട്ട് നേരെ എത്തുന്നത് ഇയാന്റെ അടുത്തേക്കാണ്. നിന്നോട് എനിക്ക് അധികം കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമില്ല. ഞാൻ പറയുന്ന പോലെ ഈ വൺ വിഷ് വില്ലോ ഉപയോഗിച്ച് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്നാണ് അവൻ പറയുന്നത്. ഇതെന്താണെന്ന് ഇയാൻ ചോദിക്കുന്നുണ്ട്. ചോറിൽ നിന്നും കിട്ടിയ സാധനത്തെ പറ്റിയും ഇതിന്റെ ഉപയോഗത്തെ പറ്റിയും എല്ലാം തന്നെ ബിയർ ഇയാനോട് പറഞ്ഞു കൊടുക്കുന്നു. ഞാനിത് യൂസ് ചെയ്തിട്ട് നിക്ക് ഈ ലോകത്തില് മറ്റാരെക്കാരും എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷമാണ് അവളുടെ സ്വഭാവത്തിൽ ആ മാറ്റം വന്നത്. നീ ഈ ടോയ് ഒടിച്ചുകൊണ്ട് ഒരേ ഒരു ആഗ്രഹം പറഞ്ഞാൽ മതി. നിക്ക് പഴയ പോലെയാകണം. അവൾ നേരത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ. നിങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലേ, അതും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ഇയാൻ പറയുന്നുണ്ട്, നീ ശരിക്കും എന്നെ കൊടുക്കാൻ നോക്കുകയല്ലേ? അവൾക്ക് ഓൾറെഡി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ആ അവളെ എന്റെ കൂടെ ചേർത്ത് വെക്കാനല്ലേ നീ നോക്കുന്നത്? ബിയർ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൻ ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് വെച്ച് ആഗ്രഹം സാധിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വൺ വിഷ് വില്ലോ ഒടിച്ചുകൊണ്ട് എനിക്ക് കുറേയധികം പണം കിട്ടട്ടെ എന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ മുകളിൽ നിന്നും ഒരുപാട് പണം താഴേക്ക് വീഴാൻ ആരംഭിച്ചു. ഇത് കണ്ടിട്ട് ബിയറിന് ദേഷ്യം വരുന്നുണ്ട്. തന്റെ ഒരു ആഗ്രഹവും സാധിച്ചു, ഇയാന്റെ ഒരു ആഗ്രഹവും സാധിച്ചു. ഇനി ആരെടുത്ത് ഹെൽപ്പ് ചോദിക്കുമെന്ന് ബിയറിന് അറിയില്ലായിരുന്നു. ദേഷ്യത്തോടെ അവൻ ബാക്കിയുണ്ടായിരുന്ന ആ വൺ വിഷ് വില്ലോയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇയാനാകട്ടെ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം സാധിച്ചല്ലോ. ആ ഒരു ഷോക്കിലായിരുന്നു അപ്പോഴും ഇയാൻ. ഇനിയിപ്പോ ബിയറിന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിക്കിയെ കൊണ്ട് തന്നെ ഈ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുക. അവളെ കൊണ്ട് ഈ വൺ വിഷ് വില്ലോ ഒടിപ്പിക്കണം. എന്നാൽ ബിയർ വീട്ടിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് നിക്കിയാകട്ടെ സാറയുടെ ബോഡി ഒരു ചെയറിലിരുത്തി അവളുടെ ഫേസും സ്കാൽപ്പും എല്ലാം തന്നെ അറുത്ത് മാറ്റിയിരിക്കുന്നു. ഇത്രയധികം ക്രൂരതയാണ് നിക്കിയ ബോഡിയോട് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് സാറയുടെ ഡ്രസ്സും അവൾ എടുത്തിട്ടിരിക്കുന്നു. ശരിക്കും നിക്കിയുടെ ശരീരത്തിനുള്ളിൽ യഥാർത്ഥ നിക്കിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത നിമിഷം ആ വൺ വിഷ് വില്ലോ മൂലം ഉണ്ടായ അവളുടെ മറ്റൊരു രൂപവും അതിനുള്ളിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് അവൾ സ്വന്തം തല അടിച്ചു പൊട്ടിക്കുന്നു. തലയിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്നു. നിക്കി രക്തമൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ബെയറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ആ സമയം ഇയാൻ അവിടേക്ക് കയറി വരുന്നു. നീ പറഞ്ഞ പോലെ എനിക്ക് പണം കിട്ടി, നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൻ അകത്തേക്ക് കയറി വന്നത്. നിക്കിയുടെ ഈ രൂപവും സാറയുടെ ബോഡിയൊക്കെ കണ്ടതും അവൻ പേടിക്കുന്നു. അടുത്ത നിമിഷം നിക്കിയാകട്ടെ അവനെ ഷൂട്ട് ചെയ്യുന്നു. അവളുടെ കയ്യിൽ ഒരു തോക്കിരിപ്പുണ്ടായിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാന്ന് പറഞ്ഞിട്ടാണ് അവൾ ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പേടിച്ചു പോയ ബെയറാകട്ടെ ഐ ലവ് യു എന്ന് അവളോട് പറയുന്നു. അവൻ കുറെ തവണ അവളോട് ആ വൺ വിഷ് വില്ലോ യൂസ് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളതൊന്നും കേൾക്കാതെ അത് അവിടെ തന്നെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അവള് വയലന്റ് ആകും. പേടിച്ചു പോയ അവനാകട്ടെ ബാത്റൂമിനുള്ളിലേക്ക് കയറി. താൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകുമെന്ന് അവൻ അറിയാമായിരുന്നു. നിക്കി നോർമൽ ആകും. വേറെ നിവൃത്തിയില്ലാതെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ പൂച്ച കഴിച്ചിട്ട് മരിച്ചുപോയ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ ടാബ്ലറ്റ് എല്ലാം കൂടെ എടുത്ത് അവൻ വായിലേക്ക് ഇടുന്നു. എന്നാൽ ആ സമയം നിക്കിയാകട്ടെ പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്ന പോലെ, നീ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. നിനക്ക് വേണ്ടത് നമുക്കിടയിൽ കുറച്ച് സ്പേസ് അല്ലേ, അതൊക്കെ ചെയ്യാം. നീ പുറത്തേക്ക് വാ, ഇപ്പൊ തന്നെ നീ പുറത്തേക്ക് വന്നെങ്കിലേ പറ്റൂ എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തുനിന്ന് ആ വൺ വിഷ് വില്ലോ ഓടിച്ചു. അതോടെ അവളുടെ ആഗ്രഹം സാധിച്ചു. ആ വൺ വിഷ് വില്ലോയുടെ വലയത്തിൽപ്പെട്ട ബിയറാകട്ടെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവൻ ഓൾറെഡി തന്നെ ആ ഗുളികകൾ കഴിച്ചതുകൊണ്ട് അവൻ ബോധരഹിതനായി വീഴുന്നു. നിക്കി അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. നീയില്ലാതെ എനിക്ക് പറ്റില്ല, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് കരയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന യഥാർത്ഥ നിക്കി പുറത്തേക്ക് വന്നു. നിക്കി നോർമലായി. പക്ഷെ അവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തന്റെ അടുത്തായിട്ട് ബിയറിന്റെ ബോഡി കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ഗുളികകൾ കഴിച്ച ബിയർ മരിച്ചു. ബിയർ മരിച്ചതോടുകൂടി ആ വൺ വിഷ് വില്ലോയുടെ ശാപം ഇല്ലാതെയായി. നിക്കി നോർമലായി. പക്ഷെ ആ വീട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അവൾ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.